ലാൽബാഗ് ഗാർഡൻ്റെ ഉള്ളിൽ നമ്മൾ കയറുന്ന സമയം തൊട്ട് ഒരുപാട് ചെടികളും പൂക്കളും കാണുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണ് ചെന്ന് ഉടക്കിയത് ജാപ്പനീസ് ഗാർഡനിലെ കോസ്മോസ് പൂവിലാണ്. വെള്ളയും പിങ്കും റൂബി പിങ്കും ഇടകലർന്നാണ് ഈ പൂക്കൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. കോസ്മോസ് എന്ന വാക്ക് സാധാരണ സൂര്യനെയും ചന്ദ്രനെയും അതുപോലെ നക്ഷത്രങ്ങളെയൊക്കെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഇവയ്ക്കെല്ലാം സ്ഥിരമായിട്ടൊരു അറേഞ്ച്മെൻ്റ് ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ പൂവിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഇതളുകൾ നല്ല വ്യക്തമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നിനു മീതെ ഒന്ന് ഇടകലരുകയോ ഒന്ന് മുറിഞ്ഞു പോയിട്ട് അടുത്തത് അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. വ്യക്തമായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് റോസ് ഗാർഡൻ കാണാനായിട്ടായിരുന്നു. പക്ഷേ വഴിതെറ്റി ചെന്ന് നിന്നത് ടോപ്പിയറി ഗാർഡൻ്റെ മുന്നിലാണ്. ടോപ്പിയറി ഗാർഡനിൽ ഒരു ചെടി പോലും പൂത്തിട്ടില്ല. ആകെ പൂത്ത് നിൽക്കുന്നത് നമ്മൾ സാധാരണ ഇവിടെയൊക്കെ കാണുന്നൊരു മഞ്ഞക്കോളാമ്പി മാത്രമാണ്. പക്ഷെ അതിനെയും വെട്ടി ഒതുക്കി നല്ല ആകൃതിയിലാണ് ഇവിടെ നിർത്തിയേക്കുന്നത്.